സംസ്ഥാനത്തെ ജനതാ പാർട്ടികളുടെ ലയന നീക്കം പാളി. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി JDS-ലെ തർക്കമാണ് ലയനത്തിന് തടസ്സമാകുന്നത്. 2.5 വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനം നൽകണമെന്ന മാത്യു ടി തോമസിന്റെ ആവശ്യം കെ കൃഷ്ണൻകുട്ടി തള്ളി. പാർലമെന്ററി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ ഒന്ന് വേണമെന്ന LJD-യുടെ ആവശ്യത്തിലും തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരളത്തിലെ 2 ജനതാ പാർട്ടികളും ഭരണമുന്നണിയുടെ ഭാഗമാണ്. ഒറ്റ പാർട്ടിയായി മുന്നണി നിൽക്കണമെന്ന താൽപര്യം പലതവണ CPI നേതൃത്വം ഇരു പാർട്ടികളെയും അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റും സർക്കാരിൽ കൂടുതൽ പദവി ലഭിക്കാത്തതിന് തടസ്സവും ഇതാണെന്ന് ജനതാ പാർട്ടി നേതൃത്വങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. അതിനാലാണ് പലതവണ മാറ്റിവെച്ച ലയന നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത്. 2 പാർട്ടികളുടെയും സംസ്ഥാന ഭാരവാഹി യോഗങ്ങൾ ചേർന്ന് ലയനത്തിന് പച്ചക്കൊടി കാട്ടി. ലയന ഉപാധികളിലും ഏകദേശ ധാരണയായി. മാതൃപാർട്ടിയായ ജനതാദൾ എസിൽ LJD ലയിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോൾ ലയന നടപടികൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. അധികാര സ്ഥാനങ്ങൾ സംബന്ധിച്ച് JDS-ലെ തർക്കമാണ് പ്രധാന കാരണം. ആദ്യ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും പങ്കിട്ടെടുത്തിരുന്നു. ഇത്തവണയും ആ ധാരണ നിലവിലുണ്ടെന്നാണ് മാത്യു ടി തോമസ് അനുകൂലികളുടെ വാദം. എന്നാൽ കൃഷ്ണൻകുട്ടി വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല. ലയിച്ച് ഒറ്റ പാർട്ടിയായാൽ മാത്യു ടി തോമസിന്റെ അവകാശവാദത്തിന്റെ ശക്തി കുറയുമെന്ന് കൃഷ്ണൻകുട്ടി കരുതുന്നു. LJD-യിൽ നിന്ന് വരുന്നവർക്ക് മാത്യു ടിയേക്കാൾ താല്പര്യം കൃഷ്ണൻകുട്ടിയോടാണ് എന്നതുതന്നെ കാരണം. മാത്രമല്ല, അവർക്കൊപ്പമുള്ള MLA KP മോഹന്റെ പിന്തുണയും കൃഷ്ണൻകുട്ടിക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കിയാണ് ലയനം പരമാവധി വൈകിപ്പിക്കാൻ മാത്യു ടി തോമസ് ശ്രമിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞാൽ പാർലമെന്ററി പാർട്ടി ബോർഡ് ചെയർമാൻ, പാർലമെന്ററി പാർട്ടി നേതാവ്, സെക്രട്ടറി ജനറൽ സ്ഥാനങ്ങളാണ് ജനതാ പാർട്ടികളിൽ പ്രധാനം. ഇതിൽ പാർട്ടി അധ്യക്ഷൻ, പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനങ്ങളിൽ JDS-ൽ ഇപ്പോൾ മാത്യു ടി തോമസ് ആണ്. പാർലമെന്ററി പാർട്ടി സ്ഥാനം KP മോഹന് വേണ്ടി LJD ആവശ്യപ്പെടുന്നുമുണ്ട്. അത് വിട്ടു നൽകാൻ മാത്യു ടി തോമസ് തയ്യാറല്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനം നിലനിർത്താനാണ് മാത്യു ടിക്ക് താല്പര്യം. അതിലൂടെ മന്ത്രിസ്ഥാനവും അദ്ദേഹം ലക്ഷ്യമിടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ JDS ആർക്കൊപ്പമെന്ന വലിയ ചോദ്യവും ജനതാ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദേവഗൌഡ BJP-ക്കൊപ്പം പോയാൽ സംസ്ഥാനത്തെ 2 ജനതാ പാർട്ടികളെയും അത് പ്രതിസന്ധിയിലാക്കും. ലയനം വൈകാൻ ഒരു കാരണമായി ഇതും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.